ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ചിന്നിൻ്റെ മാലാക പെണ്ണിൻ്റെ കഥ തുടരുന്നു. അങ്ങനെ നമ്മുടെ ചെക്കൻ്റെയൊക്കെ വഴക്കെല്ലാം കേട്ട് നമ്മുടെ പെണ്ണ് സങ്കടപ്പെട്ട് ഇങ്ങനെ താഴത്തേക്ക് വന്നിരുന്നതാണ്. ആ സമയത്ത് ചെക്കൻ്റെ അനിയത്തിക്കുട്ടി ഭയങ്കര കമ്പനിയാണ്. അവളെ ഒരുപാട് ഇഷ്ടമായി കണ്ടപ്പോൾ തന്നെ. എന്നിട്ട് ആ സുന്ദരി പറഞ്ഞു, വാ നമുക്ക് ചായ കുടിക്കാം ഇത്താത്ത വാ എന്നൊക്കെ പറഞ്ഞ് അവളെ വിളിച്ചു കൊണ്ടുപോയി താഴേക്ക്. അങ്ങനെ അവൻ ജസ്റ്റ് നോക്കി, അപ്പുറത്ത് നിന്ന് ഒന്നും മിണ്ടിയില്ല. ചെക്കൻ കട്ട കലിപ്പോടെ നിൽക്കണ കണ്ടപ്പോൾ കാര്യം മനസ്സിലായി, വഴക്ക് പറഞ്ഞിട്ടുണ്ടെന്ന്. അങ്ങനെ താഴത്തെ പോയി ചായയെല്ലാം കുടിച്ച് അവിടെ ഇരിക്കുകയായിരുന്നു. നമ്മുടെ ചിന്നിൻ്റെ ഉമ്മ പറഞ്ഞു, മോളെ അവൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, അവന് ഒരു പാവമായിരുന്നു. ഒരുപാട് കഥകളുണ്ട് ഇതിൻ്റെ പിന്നിൽ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. അവനക്ക് ഒരു കളിക്കൂട്ടുകാരി ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഥകളെല്ലാം അവളോട് പങ്കുവെച്ചു. അപ്പോൾ തന്നെ കുറേയൊക്കെ അവൾക്ക് മനസ്സിലായി, ഇത് എൻ്റെ കളിക്കൂട്ടുകാരനാണ് എന്നൊക്കെ ഇവൾക്ക് മനസ്സിലായി. ഇവർക്ക് ആർക്കും അതൊന്നും മനസ്സിലായില്ല കേട്ടോ. പിന്നെ ചെക്കൻ്റെ ഉമ്മ പഴയ ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് കൂടുതൽ മനസ്സിലായത്. അങ്ങനെ അമ്പടാ, നീ എൻ്റെ കലിപ്പൻ ആ ചെക്കനായിരുന്നു അല്ലേ ജിന്നെ? നീ അങ്ങനെയൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് നിന്നെ ഞാൻ ശരിയാക്കി തരുന്നുണ്ട്. എന്തായാലും ഇവനക്കറിയില്ലല്ലോ ഇവളാണെന്ന്. പക്ഷെ ഇവൾക്ക് ഏകദേശമൊക്കെ ഒരു ഐഡിയ കിട്ടി ഇവനാണെന്ന്. ഇനിയല്ലേ കളി കിടക്കുന്നത്. അങ്ങനെയൊക്കെ പോയിക്കൊണ്ടേയിരുന്ന സമയത്ത് ഉമ്മ കഥകളൊക്കെ പറഞ്ഞു. അങ്ങനെ അനിയത്തിക്കുട്ടി ഒരു തമാശ പറഞ്ഞു. ഇക്കാക്ക പണ്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇക്കാക്കാക്ക് അറിയണോ, ഒരുപാട് മിഠായികളും ഒരുപാട് സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കും. പെണ്ണിൻ്റെ പേരെന്താണെന്നല്ലേ? നസീമ. അതല്ലേ രസം. ഉമ്മാൻ്റെ പേരും നസീമാണ്. അങ്ങനെ ഉമ്മാൻ്റെ പേര് അടിച്ചു വെച്ചിട്ടുള്ളത് മൊബൈൽ നസീമാണ്. അവളുടെ പേരും അടിച്ചു വെച്ചിട്ടുള്ളത് നസീമാണ്. നല്ല രസം. അങ്ങനെ നസീമാന്ന് ഫോൺ വിളിച്ചപ്പോൾ ഉമ്മയാണെന്ന് വിചാരിച്ച് ഞാൻ വിളിച്ചതാ അറിയാതെ. നോക്കുമ്പോഴോ ഏതോ ഒരു പെണ്ണ്. ഞാൻ പോയിട്ട് ഉമ്മാനോട് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ചോദിച്ചു ഉമ്മ, ഇതാരാടാ? നസീമ ഉമ്മല്ലേ? പിന്നെ ആരാ? അവനും ശ്രദ്ധിച്ചിട്ടില്ല രണ്ടുപേരും ഒരേപോലെ സേവ് ചെയ്ത് വെച്ചത്. അങ്ങനെ ഓരോ തമാശകളൊക്കെ പറഞ്ഞു ചിരിച്ചുകൊണ്ടേയിരുന്നു. ആ സമയത്താണ് നമ്മളെ കലിപ്പനെ ചായ കുടിക്കാൻ വിളിച്ചിട്ടില്ല. അങ്ങനെ താഴേക്ക് വന്നു. അവളെ ദയിപ്പിക്കുന്ന ഒരു നോട്ടം നോക്കിയിട്ട് അവളും ഒട്ടും വിട്ടുകൊടുത്തില്ല. ഇനിയിപ്പോൾ എന്തായാലും വേണ്ടിയില്ല, ഒന്ന് വരുന്നോടത്ത് വെച്ച് കാണാം എന്നുള്ള ഉദ്ദേശത്തിൽ അവളും അടിപൊളി കട്ടൊക്കെ തന്നെ നോക്കി. എന്തിനു പറയണം, ഇനിയല്ലേ. ജിന്നിൻ്റെ ഉമ്മ പറഞ്ഞു, എടാ നീ ആ പെണ്ണിനെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കണ്ടടാ. എന്തിനാണ് നീ എല്ലാവരും ഇങ്ങനെ പേടിപ്പിച്ച് വിറപ്പിക്കണത്? എന്താ നിനക്ക് അതിൻ്റെ ആവശ്യം എന്നൊക്കെ പറഞ്ഞു. അവിടെ ജിന്നിൻ്റെ ഉപ്പ വന്നപ്പോൾ എന്താ മോളെ വിശേഷം, സുഖല്ലേ? ആ സുഖമാണ് ഉപ്പ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ ചോദിച്ചു കൊണ്ടേയിരുന്നിരുന്നു. അങ്ങനെ പറഞ്ഞു. അങ്ങനെ ചോദിച്ചപ്പോൾ
മോളെ വീട്ടിൽ ആരൊക്കെയുണ്ട്, മോളെ വീട് എവിടെയാണ്, എന്താണ് അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ ഓള് ആദ്യം ഒന്ന് പരിങ്ങി. എന്ത് പറയണം എന്നറിയാതെ എനിക്ക് ഒരു അനിയനും അനിയത്തിയും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മയും ഉപ്പയും ഒക്കെ എവിടെയാണ് മോളെ? അവരൊക്കെ വിദേശത്താണ്. ഇല്ല എന്ന് പറഞ്ഞില്ല, കാരണം ഇവരെങ്ങാനെ കണ്ടുപിടിച്ചാലോ എന്ന് കരുതി. ഇവരെ പറ്റി അവൾ അന്വേഷിച്ചപ്പോൾ അവർ ഈ നാട്ടിൽ നിന്ന് പോയേ എന്നാണ് അറിഞ്ഞ അറിവ്. പക്ഷെ അവൾക്കറിയില്ലായിരുന്നു ഇവരെ കമ്പനിയിലാണ് ഇവൾ വന്ന് ജോയിൻ ചെയ്യുന്ന എന്നൊന്നും, നേരിട്ട് പരസ്പരം കണ്ടുമുട്ടും എന്നൊന്നും അവളും കരുതിയില്ല. പക്ഷെ എന്ത് ചെയ്യാൻ, വിധി മറ്റൊന്നായിരുന്നു. രണ്ടുപേരും പരസ്പരം അറിയാതെ കണ്ടുമുട്ടിയവർ. അങ്ങനെ നമ്മളുടെ കലിപ്പൻ ചെക്കൻ്റെ അനിയത്തി കുട്ടിയുടെ പേര് റിസിയ എന്നാണ്. റിസിയ പഠിക്കാൻ മിടുക്കിയാണ്, നന്നായി ഡ്രോയിങ് ചെയ്യും, എല്ലാത്തിനും മിടുക്കിയാണ്. മിടുക്കി എന്ന് പറഞ്ഞാൽ മിടുമിടുക്കി. നമ്മുടെ ചെക്കന് ബെസ്റ്റ് ഫ്രണ്ട്, നമ്മുടെ കലിപ്പൻ ചെക്കന് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. ഫ്രണ്ടിൻ്റെ പേര് ഷാജഹാൻ എന്നാണ്. എന്താ കഥ തുടങ്ങി.